എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഈ ആഴ്ച ഒരു ചെറുപയറും അരിയും കൂടിയുള്ളൊരു ദോശ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ദോശ കഴിച്ചൊരു ഫീലും ഉണ്ടാവും. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിനെന്തെല്ലാം വേണ്ടത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറുപയറും പിന്നെ ഒരു 1/4 കപ്പ് പച്ചരിയും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒരു 3-4 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാൽ ഈ ചെറുപയറൊന്ന് മുളക്കണ്ടൊരു പരുവത്തിലെത്തും. അപ്പോൾ അത് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ അതാ ഞാനിതാ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ കാണാം. ഇതാ രാവിലെ ആയിട്ടുണ്ട്, കണ്ടോ. ഏകദേശം ചെറുപയറെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് ഒരു 9 മണിക്കൂറോളം കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ സമയം കുതിർത്ത് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സി ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളക്. ഇത് വളരെ എരിവ് കുറഞ്ഞ പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ ഈ ചെറുപയറും അരിയെല്ലാം കൂടി രാത്രി തന്നെ കഴുകി വെച്ചത് കൊണ്ട് നമ്മൾ പിന്നെ കഴുകുന്നൊന്നുമില്ല. അതിൻ്റെ വെള്ളം ഈ അരിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അതിന് ശേഷം വെള്ളം നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. കണ്ടോ, ഒന്ന് ക്രഷ് ചെയ്താൽ ഇങ്ങനെയാണുള്ളത്. ഇനി ഈ വെള്ളവും കൂടി മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. എന്താ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി പൊടിയായി കൊത്തി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതല്ലാണ്ട് ഉപ്പുമാവ് ഇട്ടിട്ട് ഇവിടെ കൂടുതലാളും ഉണ്ടാക്കുക. പക്ഷേ നമുക്ക് ഉപ്പുമാവ് എനിക്ക് എക്സ്ട്രാ ആവും. അതുകൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാത്തത്. അത് പിന്നെ ബാക്കിയായിരിക്കും. ഞാനതും കൊണ്ട് ഓയിലാണ്. അപ്പോൾ ഈ ദോശ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കരണ്ടി മാവ് കോരി ഒഴിച്ചിട്ട് എത്രത്തോളം നമ്മളെ കൊണ്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്താം. അപ്പോൾ പൊട്ടിപ്പോവോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. കണ്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വലിയുള്ളി ഇങ്ങ് ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഊത്തപ്പത്തിന് ഇടുന്ന പോലെയൊന്നും വേണ്ട. ഇത് നമുക്കൊരു കടിക്ക് ഒരു കഷ്ണം അങ്ങനെ ഒരു നോക്കി ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നെയ്യോ ഓയിലോ എന്നാ നിങ്ങൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മണം ഇരുന്നോട്ടെ എന്നിച്ചിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇത് ചൂടോടെ കഴിക്കണേ. അപ്പോൾ അതാ ഇനി ഇതൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് അത് വേകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. കണ്ടോ, റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിങ്ങനെ എടുത്ത് നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കാം. പിന്നെ ഇതിന് നിങ്ങൾ എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ തേങ്ങാ ചട്നിയാണ്, ചുവന്ന മുളകിട്ട് അരച്ചിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു പുതിയ ഡിഷുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.